അത് വേറെ രീതിയിൽ വേറെ രീതി വരുമോ? അപ്പൊ നമ്മുടെ രേണുസുതി വെറുത്ത് ഇപ്പൊ കുട്ടിശങ്കരനോട് ഇഷ്ടം തോന്നി തുടങ്ങി എന്നൊരു അവസ്ഥയാണ് രേണുസുതിന്റേത് അല്ലെ. ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉള്ള ഒരാളായിരുന്നു ഈ പറയുന്ന രേണുസുതി. പക്ഷെ ഇപ്പൊ നേരെ കാര്യങ്ങൾ തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നെഗറ്റീവ് പബ്ലിസിറ്റി വഴി എങ്ങനെ ജനങ്ങളുടെ ഇഷ്ടം പിടിച്ചു പറ്റാം എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ പറയുന്ന രേണുസുതി. ഇപ്പൊ സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം ഓരോ ആൽബങ്ങളിലും ഫോട്ടോഷൂട്ടിലും ഒക്കെ അഭിനയിച്ച സമയത്ത് രേണുവിനെ കുറിച്ച് ആൾക്കാർ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇവളെ പോലെ ഒരു അഴിഞ്ഞാട്ടക്കാരി, സുധിച്ചേട്ടന് വരെ അപമാനമാണ് ഇവൾ, സുധിച്ചേട്ടൻ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഇവളെ ഡിവേഴ്സ് ചെയ്തേനെ തുടങ്ങിയ കമന്റുകളൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്ക് ആയിരുന്നു രേണുവിനെ കിട്ടിക്കൊണ്ടിരുന്നത് അല്ലെ. പക്ഷെ രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പുത്തരില്ലായിരുന്നു. പുള്ളിക്കാരി അതുവരെ ചെയ്തുകൊണ്ടിരുന്ന ആൽബത്തിലും ഫോട്ടോഷൂട്ടിലും സിനിമയിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങി. പിന്നെ പുള്ളിക്കാരൻ അഭിനയം പറ്റ അബദ്ധമാണ് കേട്ടോ, അത് പിന്നെ പറയാതെ വയ്യ. പക്ഷെ അഭിനയം മോശമാണെങ്കിലും പുള്ളിക്കാരി അഭിനയിച്ച ആൽബങ്ങളാണെങ്കിലും ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും എല്ലാം ആൾക്കാർ ഇരുന്ന് കാണാൻ തുടങ്ങി കേട്ടോ. എന്തിനാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, രേണുസുദിനെ രണ്ട് ചീത്ത പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ രേണുസുദി അഭിനയിക്കുന്ന ആൽബത്തിലാണെങ്കിലും ഫോട്ടോഷൂട്ടിനാണെങ്കിലും നല്ല റീച്ച് കിട്ടാനും തുടങ്ങി. അത് വെച്ച് പലരും മുതലെടുക്കാനും തുടങ്ങി. പക്ഷെ എന്തൊക്കെയായാലും ഈ രീതിയിൽ രേണുസുതി മുന്നോട്ട് പോയപ്പോ നേരത്തെ തെറി വിളിച്ചവന്മാരൊക്കെ പതിയെ മാറി ചിന്തിക്കാൻ തുടങ്ങി. രേണുസുതിയെ കുറിച്ച് നല്ലത് പറയാൻ തുടങ്ങി. പാവല്ല, അവര് കുടുംബം പോറ്റാൻ വേണ്ടി ജീവിക്കല്ല, അവരെന്തേലും ചെയ്തോട്ടെ എന്നൊക്കെ പറയാൻ തുടങ്ങി. അതിനിടക്കാണ് 2 ദിവസം മുന്നേ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ രേണു ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് അല്ലെ. ആ ഇന്റർവ്യൂവിൽ വെച്ച് ആങ്കർ രേണുവിനോട് വളരെ മോശമായി പെരുമാറുകയും രേണു അതിന് നല്ല അടിപൊളിയായിട്ട് മറുപടി കൊടുക്കുകയും ചെയ്തതോടെ രേണുവിന് നല്ല രീതിയിൽ ഫാൻ ബേസ് കൂടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ഇപ്പൊ ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ രേണുവിന്റെ സ്തുതി പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ ഡോക്ടർ രജിത് കുമാർ. എന്റെ വീഡിയോ കാണുന്ന ആൾക്ക് ഞാൻ പ്രത്യേകിച്ച് പുള്ളിക്കാരനെ പരിചയപ്പെടുത്തിയതിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഒരു സമയത്ത് ബിഗ് ബോസ് ഭരിച്ച ആളല്ലേ. എന്തായാലും ഈ പറഞ്ഞ രജിത് കുമാർ ഒരു മാസം മുന്നേ രേണു മൊത്തമുള്ള ഒരു സിനിമയുടെ ലോഞ്ചിങ്ങിന്റെ സമയത്ത് രേണുവിനെ കണ്ടപ്പോൾ രേണുവിനെ ഭയങ്കരമായിട്ട് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നീ സൂക്ഷിക്കണം രേണു, നിന്നെ ഭയങ്കരമായിട്ട് പലരും മുതലെടുക്കുന്നുണ്ട്, നാശത്തിലേക്കാണ് നിന്റെ പോക്ക് എന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കര ഉപദേശമായിരുന്നു അന്ന്. ആ ക്ലിപ്പ് പലരും കണ്ടു കാണും. അന്ന് വമ്പം വൈറലായിരുന്നു. നമ്മൾ അന്നതെടുത്ത് റിയാക്ട് ചെയ്തതുമായിരുന്നു. എന്തായാലും അന്ന് ആ ക്ലിപ്പ് വൈറലായ സമയത്ത് അന്ന് രജിത് അണ്ണന് ഭയങ്കര സപ്പോർട്ടായിരുന്നു അല്ലെ. കാരണം ആ സമയം എന്ന് പറയുന്നത് രേണു ചേച്ചിക്ക് അട്ടർ നെഗറ്റീവ് ഉള്ള സമയമായിരുന്നു. രേണുവിന്റെ കുറെ വിവാദ ഫോട്ടോഷൂട്ടുകളും റീൽ സോങ്ങും ഒക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമായിരുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് രജിത് കുമാർ ഇങ്ങനെ ഒരു ഉപദേശം കൊടുത്തപ്പോ എല്ലാവരും ഭയങ്കരമായിട്ട് രജിത് കുമാറിനെ കൈയടിച്ചു. ഇങ്ങനെ തന്നെ അവളുടെ മുഖത്ത് നോക്കി പറയണോ, ഞങ്ങളൊക്കെ പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ് രജിത്തേട്ടൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയങ്കര പൊക്കിടിയായിരുന്നു മൂപ്പര്. എന്തായാലും അന്ന് രേണുവിനെ എല്ലാവരും മുതലെടുക്കുന്നു എന്ന് ഉപദേശിച്ച അതേ മൂപ്പര് തന്നെ ഇപ്പൊ രേണുവിനെ ഭയങ്കരമായിട്ട് മുതലെടുപ്പ് നടത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. സംഭവം ഈ പറഞ്ഞ രേണുവും ഡോക്ടർ രജിത് കുമാറും ഒരുമിച്ച് ഒരു ഫാഷൻ ഷോക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും റാംബോക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ പരിപാടിയിൽ. അതിലേക്കൊക്കെ വരാം, അതിനെക്കുറിച്ച് 2 പറയേണ്ടതുണ്ട്. എന്തായാലും ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനിടയ്ക്ക് രേണു സുധിയെ റെയിൽവേ സ്റ്റേഷനിൽ രജിത്തേട്ടൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് കാറിൽ കയറാൻ പോകുന്നതിനിടക്ക് ഇവരെന്താക്കി ഓൺലൈൻ മീഡിയക്കാരങ്ങ് വളഞ്ഞു. സ്വാഭാവികം ആ അവസരം മുതലാക്കി ഡോക്ടർ രജിത് അണ്ണന്റെ ഒരു പെർഫോമൻസ് ഉണ്ട് മക്കളെ, നിങ്ങളൊന്ന് കണ്ടോക്കി. അത് വേറെ രീതിയിൽ വേറെ രീതി വരുമോ? ബൈ ബൈ. ഓക്കെ, എന്താവും എന്തോ നാളെ അത് ഇടുമ്പോ കേട്ടോ നേരെ നോക്കണേ. സേഫ് അല്ലേ? ഞാൻ സേഫാണോ മാത്രം നോക്കിയാൽ മതി. ഞാൻ സേഫാണോ മാത്രം നോക്കിയാൽ ബാക്കി വെച്ചേക്കണേ. എന്റെ കൂടെ ആർക്കും ഈ ലോകത്ത് എവിടെയും വരാം. ആരാണ് ആ ചോദ്യം ചോദിച്ചത്? ആ ചോദ്യം ചോദിച്ചവനങ്ങ് കൊണ്ടുപോവാ, അവനായിട്ട് 2 പൊട്ടിക്കണം. ചോദ്യങ്ങൾ കേട്ടില്ലേ, എന്തെങ്കിലും ബാക്കി വെച്ചേക്കണേന്നൊക്കെ. ഈ വീഡിയോ എടുത്തവന്മാരിൽ ആരൊരാളാണ് മാതിരി ചോദ്യം ചോദിച്ചത്. പിന്നെ ഇതുമാരുടെ സ്ഥിരം രീതിയാണല്ലോ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞിട്ട് പിന്നിൽ നിന്നുകൊണ്ട് ഒരുമാതിരി ഡബിൾ മീനിങ് ചോദ്യങ്ങൾ ചോദിക്കാന്നുള്ളത്. ഇന്നെന്തായാലും തുടങ്ങിയതല്ല. ഇമാതിരി ഓരോന്ന് ചോദിക്കും, എന്നിട്ട് അപ്പുറത്തുള്ള ആളെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കും, എന്നിട്ട് അത് വിവാദമാക്കി മാറ്റും, അത് വെച്ച് റീച്ച് ഉണ്ടാക്കും. ഇങ്ങനെ ഒരു വൃത്തികെട്ട ജന്മങ്ങൾ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണവന്മാര്. പിന്നെ രജിത്തേട്ടനോട് എനിക്കിവിടെ പറയാനുള്ളത്, രേണുസുധിയുമായി നടന്നു വരുന്ന സമയത്ത് രജിത്തേട്ടൻ ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. രേണുസുധിനെ ദേഹത്ത് കയറി പിടിച്ചിട്ടൊക്കെയാണ് ആശാൻ നടന്നു വരുന്നത്. ആരാണ് ഇങ്ങനെയൊക്കെ നടന്നു വരുന്നതെന്ന് ഓർക്കണം. രേണുവിനെ വെച്ച് പലരും മുതലെടുപ്പ് നടത്തുന്നുണ്ട് എന്ന് ആശാൻ രേണുവിനെ ഉപദേശിച്ചിട്ട് 1 മാസം ആയില്ല. അപ്പോഴേക്കും ആശാൻ തന്നെ മുതലെടുപ്പ് തുടങ്ങി. എന്തായാലും ഉപദേശവും മൂമ്പിക്കലും ഒരുപോലെ എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ അതാ കണ്ട് എന്തൊരു ഉപദേശമായിരുന്നു അന്നല്ലേ. എനിക്ക് അപ്പോഴേ തോന്നി ഇതിങ്ങനെയൊക്കെ തന്നെ പര്യവസാനിക്കത്തുള്ളൂ എന്ന്. എന്തായാലും ബാക്കിയാണ് നോക്കാം. 2 പെമ്പിള്ളേരൊക്കെ വെച്ച് 2 പേർക്കൂടെ
നമ്മുടെ നിയമം തെറ്റിക്കില്ല. നല്ലതാ രജിത്തേണ്ട സമയം അല്ലേ? എടാ, ഇന്നലെ വരെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിയത്. ഇങ്ങനെ രണ്ടുപേരെ ഫ്രണ്ട് വെക്കുന്ന ഈ ഒരു അവസ്ഥ രണ്ടുപേരെ ഫ്രണ്ട് ഇരിക്കുന്ന അവസ്ഥയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദൈവം നമുക്ക് വാരി പോയി. ഇത് എന്തോന്നാണ് ഇത്? ഡബിൾ ഡക്കർ ബെഡോ? ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് അറ്റമനിട്ട മാതിരി കയറിയിരിക്കണം. ഇത് പിന്നീട് സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് രണ്ടാളും മുന്നിൽ കയറ്റിയിരുത്തിയത്. ചുമ്മാ ഓരോന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. എന്തായാലും ഈ ഓൺലൈൻ മീഡിയക്കാർ ചോദിച്ച ചോദ്യങ്ങളും രജിത്തണ്ണൻ അതിന് കൊടുത്ത മറുപടികളും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഡബിൾ മീനിങ്ങിനെ കൊണ്ട് ഒരു ആറാട്ടാണ് അല്ലേ? ഇപ്പൊ രേണുസുധിയും വേറൊരു പെണ്ണും കൂടി മുന്നിൽ കയറിയപ്പോ തന്നെ ആ ഓൺലൈൻ മീഡിയക്കാരൻ അടിച്ച ഡയലോഗ് എന്താണ്? രജിത്തേട്ടന്റെ ഒരു സമയം തന്നെ നോക്കി അല്ലെ? അന്നേരമുള്ള രജിത്തേട്ടന്റെ മറുപടി നിങ്ങൾ കേട്ടില്ലേ? ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയെന്നൊക്കെ. അപ്പൊ അന്നേരമുള്ള ഓൺലൈൻ മീഡിയക്കാരുടെ ചോദ്യം എന്താണ്? ഇതിനാണ് കഷ്ടപ്പെട്ടതെന്ന്. അപ്പോഴുള്ള രജിത്തേട്ടന്റെ മറുപടി നിങ്ങൾ കേട്ടില്ല? നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം വാരി കോരി തരുന്നൊക്കെ. എന്തോന്നടി ഇതൊക്കെ? ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോവന്നല്ലേ? സൈഡിൽ ഇരിക്കുന്നത് വിധവയായിട്ടുള്ള ഒരു പെണ്ണാണെന്ന് പോലും ഓർക്കാതെയാണ് ഇയാൾ ഇങ്ങനെ അടിച്ചു വിടുന്നത്. പിന്നെ അപ്പുറത്തിരിക്കുന്നത് രേണുസുധി ആയതുകൊണ്ട് പിന്നെ എന്തും പറയാലോ. എന്ത് പറഞ്ഞാലും പുള്ളിക്കാരി ചിരിച്ച് തള്ളിക്കോളും. അതുകൊണ്ടൊക്കെ തന്നെയാണ് പലരും രേണുസുധിനെ മുതലെടുക്കുന്നത്. അത് വേറെ കാര്യം. രേണുവിന് പകരം അവിടെ വേറെ ആരെങ്കിലും ആയിരിക്കണം. ഈ ചോദ്യം ചോദിച്ചവനും ഇമാതിരി രീതിയിൽ മറുപടി പറഞ്ഞ രജിത്തണ്ണനും നല്ല പൊലാട്ട് കേട്ടേനെ. വേണമെങ്കിൽ ആ കാറിന് വരെ ഇറങ്ങി പോയിട്ടുണ്ടാകും അല്ലെ? ഇമാതിരി ഡബിൾ മീനിങ് കേട്ട് അവിടെ ഇരിക്കേണ്ട ഗതികേട് വേറെ ആർക്കും ഇല്ല. രേണുസുധി ആയതുകൊണ്ട് മാത്രമാണ് ഇവർ ഇത്ര സ്വാതന്ത്ര്യത്തോടെ ഇമാതിരി ഡബിൾ മീനിങ് അടിച്ചു വിടുന്നത്. എന്തായാലും ബാക്കിയുണ്ടോ? ഗിയറിൽ കയറിയിരിക്കില്ല. നീലക്കോയിലില്ലല്ലോ അല്ലേ? നീലക്കോയിലില്ലല്ലോ അല്ലേ? അവൻ അറിഞ്ഞില്ലല്ലോ. ഇല്ല. ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത് തന്നെ നീലക്കൂലാരാണ്. എന്നിട്ട് നീലക്കൂലില്ലല്ലോ എന്നൊക്കെ. എന്തായാലും നീലക്കൂലിനെ കുറിച്ചൊക്കെ രേണുവിന് നല്ല ബോധം ഉണ്ടല്ലേ? ഏതൊക്കെ ഓൺലൈൻ മീഡിയക്കാർ എന്തൊക്കെ അപരാധങ്ങളാണ് അടിച്ചു വിടാന്ന് രേണുവിന് ഇപ്പൊ നല്ല ബോധ്യമുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് രേണുവിന് വെച്ചാണല്ലോ അവന്മാര് ജീവിക്കുന്നത്. എന്തായാലും രജിത്തണ്ണൻ അടിച്ച ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഗീറിന്റെ മോളിൽ എന്തായാലും രേണുസുധി കയറിയിരിക്കില്ല എന്നൊക്കെ. അന്നേരമാണ് നീലക്കൂലി ഇത് കണ്ടില്ലല്ലോ എന്ന് രേണുസുധി പറയുന്നത്. എന്തായാലും കൊള്ളാം. ഇങ്ങനെ കിട്ടിയ ചാൻസിൽ നല്ലോണം ഡബിൾ മീനിങ് അടിച്ചു വിടുന്നുണ്ട്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്തോ? ബാക്കിയുണ്ടോ? ഇതിനു വേണ്ടിയല്ല ഇഷ്ടപ്പെട്ടത്. ഞാൻ വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട. ഇതൊക്കെ ചെയ്യുന്ന സഹായങ്ങളാണ്. ഇത് വല്ലാത്തൊരു ടൈപ്പ് സഹായമായി പോയി. ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിടാൻ പറഞ്ഞൊരു പെണ്ണിന്റെ തോളിൽ കയറി പിടിച്ച് അവളെ കാറ് കയറി ഇരുന്നപ്പോ ഇങ്ങനെ ഡബിൾ മീനിങ് അടിച്ചിട്ട് ഇമാതിരി സഹായങ്ങളൊന്നും ഞാനോട് ചെയ്യരുത് കേട്ടോ. ഒരു റിക്വസ്റ്റ് ആയിട്ട് കണക്കൂട്ടിയാൽ മതി, വേറെ ഒന്നും കൊണ്ടല്ല. ആ മുഖത്ത് പാട് വീഴുന്നത് കണ്ട് ചിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. നമുക്ക് വണ്ടിയില്ലല്ലോ സാറിനെ കൊണ്ടുപോകും. ഇതൊക്കെ ദൈവികമായ ഒരു പ്രത്യേക സന്തോഷങ്ങളാണ്. അത് ശരി. ഇങ്ങനെയാണ് ഇയാളുടെ ദൈവികമായിട്ടുള്ള പ്രത്യേക സന്തോഷങ്ങളെങ്കിൽ ഇയാൾ ഇനിയും മറ്റുള്ളവരിൽ നിന്നും ദൈവിക സന്തോഷം കണ്ടെത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാളെ നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഞാൻ സന്ദർഭോചിതമായിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇത് വല്ലാത്തൊരു ദൈവിക സന്തോഷമായി പോയി. എന്തായാലും ബാക്കി കണ്ടു നോക്കാം. രേണു സൂക്ഷിച്ച ഗിയർ ഇടുന്നു. അല്ല, അതൊക്കെ കുഴപ്പമില്ല. ഗിയറിൽ കയറിയിരിക്കില്ല. ശരി, ഓക്കെടാ. നീലക്കോയിലില്ലല്ലോ അല്ലേ? നീലക്കോയിലില്ലല്ലോ അല്ലേ? അവൻ അറിഞ്ഞില്ലല്ലോ. സൂക്ഷിക്കണേ. ഞാനാ പിടിച്ചിട്ടുണ്ട്. എന്റെ ഒരു കൈ കൊണ്ട് രേണു ഗിയർ മാറിയതി സമയത്ത് നോക്കി ഗിയർ പറഞ്ഞേ. നോക്കി ഗീറ് മാറണമെന്നൊക്കെ. മിക്കവാറും നീലക്കൂലിന്റെ ആൾക്കാർ തന്നെ ആയിരിക്കും ഇമാതിരി അപരാധം പിടിച്ച ചോദ്യം ചോദിച്ചത്. വെറുതെ ഇവന്മാരൊക്കെ ആൾക്കാർ വെറുക്കുന്നത്. ഏത് സെലിബ്രിറ്റീസിനെ കണ്ടാലും ഇവന്മാർക്ക് ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കാനുള്ളൂ. ഇനി ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ ചെറുത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഫാഷൻ ഷോയിൽ രജിത് കുമാറിന്റെയും രേണുസുധിയുടെയും റാംബാക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇവർ രണ്ടാളും മാത്രമല്ല വേറൊരു കുട്ടിയും കൂടി ഇവരുടെ കൂടെ റാംബാക്ക് നടത്തുന്നുണ്ട്. ആ ദൃശ്യങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ് മക്കളെ. ഒന്ന് കണ്ടോക്കാം. എന്തോന്നടി രണ്ടെണ്ണത്തിനെയും മരക്ക് പിടിച്ച് മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞിട്ട് രണ്ട് തിരി, അങ്ങോട്ടൊരു തിരി ഇങ്ങോട്ടൊരു തിരി. ഇതെന്താ വാട്ടർ ടാപ്പോ? അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തിരിക്കാൻ. ഇതൊന്നും ഇവരുടെ പ്ലാൻ ഇല്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ. അതിങ്ങനെ പിടിച്ച സമയത്തുള്ള രേണുസുധിന്റെ ചിരി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്തായാലും കൊള്ളാം. രേണുവിനെ വെച്ച് പലരും മുതലെടുപ്പ് നടത്തുമെന്ന് പറഞ്ഞ് ഇങ്ങേര് തന്നെ നല്ല രീതിയിൽ തന്നെ മുതലെടുപ്പ് നടത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കൂടുതലായിട്ട് ഞാനൊന്നും ഇവിടെ പറഞ്ഞില്ല, പറഞ്ഞാൽ കൂടി പോകും. അതുകൊണ്ടാണ്. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ടോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.